ഹലോ ഫ്രണ്ട്സ്, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ലോജിക്കൽ റീസണിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 5 മാർക്സ് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ അറേഞ്ച്മെന്റും അതേപോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെന്റ് ആണ്. പോളിഗൺ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല. അവർ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ലീനിയർ അറേഞ്ച്മെന്റ്, സർക്കുലർ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതേപോലെ റോ വൈസ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ആൾക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ലെറ്റേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ ആരാണ് ഇപ്പൊ പീന്റെ റൈറ്റിൽ ആരാണുള്ളത്, ലെഫ്റ്റിൽ ആരാണുള്ളത്, ഈ ഒരു റോയില് ഏറ്റവും സെൻട്രൽ ആരാ വരുന്നത്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ടാവുക. ഒന്നിക്ക് റോ വൈസിലായിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോളം വൈസിലായിരിക്കും അറേഞ്ച് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇതിൽ 2 റോ സീക്വൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഉണ്ട്. 2 റോയിലായിട്ടായിരിക്കും ചിലപ്പം ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ 2 റോ സീക്വൻസിൽ മാക്സിമം 6% വരുള്ളൂ കേട്ടോ. ഇവിടെ 3%, ഇവിടെ 3%. ഓക്കെ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എക്സസൈസ് ക്വസ്റ്റ്യനിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലർ അറേഞ്ച്മെന്റ് ആണ്. സർക്കിളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നെ പഠിക്കാനുള്ളത്. ഇങ്ങനെ 3 ടൈപ്പാണ് പഠിക്കാനുള്ളത്. റോ വൈസ്, റോ അല്ലെങ്കിൽ കോളം വൈസ്, പിന്നെ 2 റോ വരുന്നത്, പിന്നെ അതേപോലെ തന്നെ സർക്കുലർ. ഈ 3 കൺസെപ്റ്റുകൾ മാത്രമേ ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിൽ പഠിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ലോജിക്കൽ റീസണിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 5 മാർക്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ലീനിയർ അറേഞ്ച്മെന്റ്, സർക്കുലർ അറേഞ്ച്മെന്റ്, പോളിഗൺ അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരെ ഏത് ഭാഗത്തു നിന്ന് മാത്രമാണ് ലീനിയർ അറേഞ്ച്മെന്റും സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് മാത്രമാണ്. പോളിഗൺ അറേഞ്ച്മെന്റ് നമുക്ക് വരുന്നില്ല. ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റിന് ഈ 3 കൺസെപ്റ്റുകൾ വരുന്നുണ്ട്, 3 സബ് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പോളിഗൺ അറേഞ്ച്മെന്റ് പഠിക്കാനില്ല. സർക്കുലറും ലീനിയറും മാത്രമേ പഠിക്കാനുള്ളൂ. ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു 5% അല്ലെങ്കിൽ A to Z ഇങ്ങനെ ലെറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്പേഴ്സിന് സീറ്റിംഗ് വൈസ് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തിട്ട് എക്സ്ട്രീമിൽ ആരൊക്കെ വരുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ആരാ വരുന്നത്, അല്ലെങ്കിൽ എന്റെ ലെഫ്റ്റിൽ ആരാ വരുന്നത്, റൈറ്റിൽ ആരാ വരുന്നത് കണ്ടുപിടിക്കുന്നതിനാണ് ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് റോ വൈസ് ഉണ്ട്, കോളം വൈസ് ഉണ്ട്, അതേപോലെ തന്നെ 2 റോയും വരുന്നുണ്ട്. 2 റോ. ഓക്കെ അല്ലെ? ഇത് റോ വൈസ് ആണ്. അതേപോലെ തന്നെ കോളം വൈസ് വരുന്നുണ്ട്. കോളം വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിയർ ഇങ്ങനെ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ കോളം വൈസ് എന്ന് പറയുന്നത്. പിന്നെ 2 റോ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. 2 റോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതിനാണ് 2 റോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 2 റോ ക്ലാസിഫിക്കേഷനിൽ ആകെ മാക്സിമം 6% വരെ വരാൻ ചാൻസ് ഉള്ളൂ. അതിന് കൂടുതൽ ചോദിച്ചതുവരെ കണ്ടിട്ടില്ല. 2 റോയിൽ ഈ റോയില് 3 ആൾക്കാർ, ഈ റോയില് 3 ആൾക്കാർ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ അല്ലെ? 2 റോ ക്ലാസിഫിക്കേഷനിൽ വരാറ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ പഠിക്കാനുള്ളത് സർക്കുലർ ആണ്. സർക്കുലറിൽ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക? സർക്കുലറിൽ 5 ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ല, ഡയറക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെയാണ് സർക്കുലറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റും റൈറ്റും വരെ ആ പേഴ്സണിൽ ആരാണ് ഈ എ എന്ന് പറഞ്ഞ പേഴ്സണിൽ റൈറ്റിലും ലെഫ്റ്റിലും ആരൊക്കെ വരാൻ നോക്കുന്നതിനാണ് സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഇങ്ങനെ 3 കൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് റോ വൈസ് അറേഞ്ച് ചെയ്യുന്നത്, കോളം വൈസ് അറേഞ്ച് ചെയ്യുന്നത്, 2 റോ വരുന്നത്, സർക്കുലർ വരുന്നത്. ഓക്കെ അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 5 boys A, B, C, D and E are sitting in a row. A is to the right of E and E is to the left of B but to the right of C. A is to the left of D who is second from the left hand. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ മീനിങ് നല്ല വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ അല്ലെ? നല്ല വൃത്തിക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ വായിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ അല്ലെ? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വേറാണ്, മാത്സ് എന്ന് പറയുന്നത് വേറെ അല്ലെ? ഈ മാത്സിൽ വരുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതിന്റെ കൺസെപ്റ്റ് വേറെ തന്നെ വരുന്നത്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ ആ ക്വസ്റ്റ്യനിൽ എന്താണ് മീനിങ് വരുന്നത് മനസ്സിലാക്കാം. നോർമൽ ഇംഗ്ലീഷ് നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ മാത്സിലെ ക്വസ്റ്റ്യനിൽ വരുന്ന ഇംഗ്ലീഷിന്റെ കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസുകൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ അല്ലെ? ഓക്കെ. ഇനി അതേപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഡയറക്ഷൻ കൊടുത്തു പോവുക. അതെന്താണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്? വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അറേഞ്ച് ചെയ്ത് പോവാം. അപ്പൊ കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 ആൾക്കാരുണ്ടെന്ന് പറയുന്നത് A, B, C, D, E എന്ന് പറഞ്ഞ 5 ആൾക്കാരാണ് ഉള്ളത്.
സിറ്റിംഗ് ഇൻ എ റോ വൈസ് ആണ് സിറ്റ് ചെയ്യുന്നത്. എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. ഞാൻ അവർ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള അസംഷൻ. അപ്പൊ എനിക്കിന്റെ റൈറ്റ് ഇന്റെ ലെഫ്റ്റും തന്നെ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് അസംഷൻ എടുക്കാം, നമ്മൾ ചെയ്യുന്ന ആൻസർ നമുക്ക് എന്ത് അസംഷൻ കൊടുക്കാം, ഇങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നതാണ് അസംഷൻ. അപ്പൊ ബിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. അപ്പൊ ബിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ബിന്റെ റൈറ്റിൽ എന്ന് പറയുമ്പോൾ ബിന്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ എ എന്ന് വരും. ആൻഡ് ഇ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ബിന്റെ ലെഫ്റ്റിലാണ് ഇ ഉള്ളത്. എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. ബിന്റെ റൈറ്റിലാണ് എ ഉള്ളത്, ബിന്റെ ലെഫ്റ്റിലാണ് ഇ ഉള്ളത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ബിന്റെ റൈറ്റിലാണെന്നാണ്, ബിന്റെ ലെഫ്റ്റിലാണ് ഇ, അല്ലാണ്ട് ഇന്റെ ആ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടി പാടില്ല കേട്ടോ. ബിന്റെ ലെഫ്റ്റിലാണ് ഇ. ബട്ട് ടു ദ റൈറ്റ് ഓഫ് സി. ബട്ട് ടു ദ റൈറ്റ് ഓഫ് സി. ഇ എന്ന് പറയുന്നത് ബിന്റെ ലെഫ്റ്റിലും ആണ് സിന്റെ റൈറ്റിലും ആണ്. ദാറ്റ് മീൻസ് സിന്റെയും ബിന്റെയും നടുവിലാണ് ഇ ഉള്ളതെന്നാണ് മീൻ ചെയ്യുന്നത്. ബിന്റെ ലെഫ്റ്റിലും സിന്റെ റൈറ്റിലും എന്ന് ഉദ്ദേശിക്കുന്നത് ബിന്റെയും സിന്റെയും സെൻട്രലിലാണ് ഇ ഉള്ളത് എന്നാണ് മീൻ ചെയ്യുന്നത്. എ ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഡിന്റെ ലെഫ്റ്റിലാണ് എ ഉള്ളത്. ഡിന്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി ഇവിടെ എഴുതുമ്പോൾ ഡിന്റെ ലെഫ്റ്റിലായില്ലേ എ. ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൂ ഈ സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇതല്ല, നമ്മൾ ഇതല്ല ലെഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഇതാണ് റൈറ്റ് ആയിട്ട് കൺസിഡർ. അവർ അങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്, ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് എൻഡിന്ന് സെക്കൻഡ് ആണ്. ലെഫ്റ്റ് എൻഡിന്ന് സെക്കൻഡ് പേഴ്സൺ ആരാ വരുന്നത്? ലെഫ്റ്റ് എൻഡിന്ന് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇ അല്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദർ ആർ 5 ഡിഫറെന്റ് ഹൗസസ് എ ടു ഇ. 5 ഡിഫറെന്റ് ഹൗസസ് ആണ് വരുന്നത്. എ മുതൽ ഇ വരെയുള്ള 5 ഡിഫറെന്റ് ഹൗസ് ഉണ്ട്. അത് റോലാണ് വരുന്നത്. എ ഇസ് ദ റൈറ്റ് ഓഫ് ബി. ബിന്റെ ഇത് വേണമെങ്കിൽ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കട്ടോ. ഇനി ബിന്റെ റൈറ്റിലാണ് ഞാൻ ആ ഹൗസ് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ള അസംഷൻ തന്നെ. അപ്പൊ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ റൈറ്റ് ആണ്. അപ്പൊ ബിന്റെ റൈറ്റിലാണ് എ. ബിന്റെ റൈറ്റിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും എ. ഇ ഈസ് ദ ലെഫ്റ്റ് ഓഫ് സി. സിന്റെ ലെഫ്റ്റിലാണ് എ. ദാറ്റ് മീൻസ് സിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ തൊട്ടപ്പുറത്തായിരിക്കും സി വരുന്നുണ്ടാവാം. സിന്റെ ലെഫ്റ്റിലാണ് എ എന്ന് പറയുന്നത്, എന്റെ റൈറ്റിലാണ് സി എന്ന് പറയുന്നത്, സെയിം തന്നെയല്ലേ. ആൻഡ് റൈറ്റ് ഓഫ് ഇ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. സിന്റെ ലെഫ്റ്റിലാണ് ഇ വരുന്നത്. ആൻഡ് റൈറ്റ് ഓഫ് എ. എന്റെ റൈറ്റിലാണ് ഇ വരുന്നത്. എന്റെ റൈറ്റിലാണ് ഇ വരുന്നത്. സിന്റെ ലെഫ്റ്റിലാണ് ഇ വരുന്നത്. സിന്റെ ലെഫ്റ്റിലാണ് ഇ വരുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇ ഈസ് ദ ലെഫ്റ്റ് ഓഫ് സി. സിന്റെ ലെഫ്റ്റിലും എന്റെ റൈറ്റും. ദാറ്റ് മീൻസ് എന്റെ സിന്റെ സെൻട്രലായിട്ടാണ് ഇ വരുന്നത്. അപ്പൊ എന്റെ സിന്റെ സെൻട്രൽ ഇ കൊടുത്തു. അടുത്ത പറയുന്നത് ബി ഈസ് ടു ദ റൈറ്റ് ഓഫ് ഡി. ഡിന്റെ റൈറ്റിലാണ് ബി ഉള്ളത്. ഡിന്റെ റൈറ്റ്. ഇപ്പൊ ഡിന്റെ റൈറ്റിലായാലും ബി എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഹൗസ് ഈസ് ദ മിഡിൽ. മിഡിൽ എന്ന് പറയുന്നത് 5 മിഡിൽ ഏതാ വരുന്നത്? എ അല്ല വരുന്നത്. മിഡിലിൽ വരുന്നത് എ അല്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ എന്ന് പറയും. അങ്ങനെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവും. അറേഞ്ച് ചെയ്യുക. സെക്കൻഡ് ലെഫ്റ്റ്, മിഡില്, തേർഡ് ലെഫ്റ്റ്, തേർഡ് റൈറ്റ്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തിൽ വരുന്നുണ്ടാവുക? സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നുണ്ടാവും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് റോള് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ വിചാരിക്കും അല്ലെ. ഇങ്ങനത്തെ ഇത്ര ഡിഫിക്കൽട്ട് ഒന്നല്ല, ഇത് വായിച്ചാൽ വളരെ സിമ്പിൾ ആണ്. എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുക. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേന് കുറച്ച് സമയം എടുക്കും. നമ്മുടെ ടൈം അവർക്ക് എത്രത്തോളം വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. അപ്പൊ എത്രത്തോളം ഒരു വലിയ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു വലിയ ക്വസ്റ്റ്യൻ എന്തായാലും ലോജിക്കൽ റീസണിങ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു വലിയ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ സമാധാനത്തിൽ ഇരുന്ന് വായിക്കുക. സമയം പോവാണല്ലോ എന്ന് വെച്ചാൽ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ആൻസർ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വേണ്ട, സമാധാനത്തിൽ ഇരുന്ന് വായിക്കുക. ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ 1 മിനിറ്റ് ഇനഫ് ആണ് കേട്ടോ. 1 മിനിറ്റ് മതി. എന്ത് ചെയ്യാം, സമാധാനത്തിൽ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ഇനി വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വായിക്കാൻ മടി എന്തായാലും എക്സാം ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യാം, സമാധാനത്തിൽ ടെൻഷൻ ആവാണ്ട്, സമയം പോലോ എന്ന് ടെൻഷൻ ആവാണ്ട് വായിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയും ടൈം എടുത്ത് വായിച്ചിട്ട് ആൻസർ കിട്ടാണ്ട് നിൽക്കുമെന്ന് ടെൻഷൻ ആവണ്ട. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ദർ ആർ 8 ബുക്ക് കെപ്റ്റ് 1 ഓവർ ദ അതർ. 8 ബുക്ക് ഉണ്ട്. ആ 8 ബുക്കും ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാണ് വെച്ചിട്ടുള്ളത്. 8 ബുക്ക് ഉണ്ട്. 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 ബുക്കാണുള്ളത്. ഒന്നിന്റെ മുകളിൽ ഒന്നൊന്നായിട്ടാണ് വെച്ചിട്ടുള്ളത്. 2 ബുക്ക്, ദാറ്റ് മീൻസ് ഇത് കോളം വൈസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ബുക്ക് ആർ ഓർഗനൈസേഷൻ ബിഹേവിയർ. 2 ബുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയറിനാണ്. ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ഞാൻ O എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. 2 ബുക്ക് ഓൺ TQM. TQMന്റെ 2 ബുക്ക്. TQMനെ T എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത 3 ബുക്ക് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻ. 3 ബുക്ക് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷനെ ഞാൻ I എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാണ്. 1 ബുക്ക് ഈസ് ഓൺ എക്കണോമിക്സ്. എക്കണോമിക്സിന് ഒരു ബുക്ക് ഉണ്ട്. എക്കണോമിക്സിന് E എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. എത്ര ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്?
ഇനി പിന്നെ അടുത്ത പറയുന്നത് കൗണ്ടിങ് ഫ്രം ദ ടോപ്പ് എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫിഫ്ത്തും സിക്സ്തും ബുക്ക് ഇൻഡസ്ട്രിയൽ, സെക്കൻഡ് ബുക്ക് ഇൻഡസ്ട്രിയൽ ആണ്. അതേപോലെ തന്നെ ഫിഫ്ത്ത് ബുക്ക് ഇൻഡസ്ട്രിയൽ ആണ്. അതേപോലെ തന്നെ സിക്സ്ത് ബുക്കും ഇൻഡസ്ട്രിയൽ ആണ് വരുന്നത്. ഓക്കെ അല്ലെ, സെക്കൻഡ് ബുക്ക്, ഫിഫ്ത്ത് ബുക്ക്, സിക്സ്ത് ബുക്ക് ഇൻഡസ്ട്രിയൽ ആണ് വരുന്നത്. പിന്നെ പറയുന്നത് ഇതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ വരുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ, ടു ബുക്ക് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻ ആർ ബിറ്റ്വീൻ ടു ബുക്ക് ഓഫ് TQM. ഈ രണ്ട് ഇൻഡസ്ട്രിയൽ ബുക്ക് എന്ന് പറയുന്നത് രണ്ട് TQMന്റെ ബിറ്റ്വീനിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഫോർത്ത് എന്ന് പറയുന്നത് എന്ത് ബുക്കായിരിക്കും? TQM ആയിരിക്കും. സെവൻത്ത് എന്ന് പറയുന്നത് TQM ആയിരിക്കും. ഇതിന്റെ ബിറ്റ്വീനിലാണ് ഈ രണ്ട് ഇൻഡസ്ട്രിയൽ ബുക്ക് വരുന്നത് എന്നാണ് അടുത്ത കണ്ടീഷൻ വരുന്നത്. അടുത്ത കണ്ടീഷൻ കൊടുത്തു, വൺ ബുക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് ബിറ്റ്വീൻ ടു ബുക്ക് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. രണ്ട് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഇടയിലാണ് ഈ വൺ ഇൻഡസ്ട്രിയൽ ബുക്ക് ഉള്ളത്. ഈ വൺ ഇൻഡസ്ട്രിയൽ ബുക്ക് ഇതല്ല, ഇതിന്റെ ഇടയിൽ ഇത് എന്തിന്റെ ഇടയിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഇടയിൽ. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ കൊടുത്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ രണ്ടെണ്ണായി, ഇൻഡസ്ട്രിയൽ രണ്ടെണ്ണായി, അതേപോലെ തന്നെ TQM രണ്ടെണ്ണായി. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഈ ആയിരിക്കും എന്തിൽ വരുന്നുണ്ടാവുക? എയ്ത്തിൽ ബോട്ടത്തിൽ ആയിരിക്കും വരുന്നുണ്ടാവുക. അറേഞ്ച് ചെയ്തല്ലോ. അതിന്റെ കൂടെ തന്നെ പറയുന്നത് ബുക്ക് എബോ ദ ബുക്ക് ഓഫ് എക്കണോമിക്സ് ഇസ് എ ബുക്ക് ഓഫ് TQM. എക്കണോമിക്സിന്റെ മുകളിൽ വരുന്ന ബുക്ക് എന്ന് പറയുന്നത് TQM ആണല്ലോ. എക്കണോമിക്സിന്റെ മുകളിൽ TQM എന്നാണല്ലോ വരുന്നത്. കറക്റ്റ് ആണല്ലോ. ഓക്കെ, നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, വിച്ച് ബുക്ക് ഈസ് ദ ലാസ്റ്റ് ബുക്ക് ഫ്രം ദ ടോപ്പ് എന്ന് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ബുക്ക് ഏതാണ്? ടോപ്പ് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ബുക്ക് മീൻസ് എക്കണോമിക്സ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ A. മനസ്സിലായോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്? ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നൊക്കെ റോ വൈസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോളം വൈസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. റോ വൈസ് ആണെന്നുണ്ടെങ്കിൽ എഴുതി ചെയ്യാം, ഓരോന്നിനും എഴുതിയിട്ട് അറേഞ്ച് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കൊടുക്കുക, തേർഡ് എന്ന് പറയുമ്പോൾ തേർഡ് കൊടുക്കുക, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ കൊടുക്കുക, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റിൽ കൊടുക്കുക. ഇനി കോളം വൈസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ടോപ്പ് അല്ലെങ്കിൽ ഫ്രം ദ ബോട്ടം എന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഫ്രം ദ ടോപ്പ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് നോക്കുക, അല്ലെങ്കിൽ ബോട്ടം എന്ന് പറയുമ്പോൾ താഴെ നിന്ന് നോക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 person MNO PQ and R are sitting in 2 row with 3 person in each row. Both the row are in front of each other. രണ്ട് റോയിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ റോ നോക്കി, കോളം നോക്കി, ഇനി എന്താ രണ്ട് റോയിലായിട്ട് ഇരിക്കുന്നതാണ് നോക്കുന്നത്. രണ്ട് റോയിലായിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് റോയിലായിട്ടാണ് ഇരിക്കുന്നത്. ആരൊക്കെ? MNO PQR എന്നാണ് രണ്ട് റോയിലായിരിക്കുന്നത്. ബോത്ത് ദ റോ ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് അതർ. രണ്ട് റോയിൽ ഇരിക്കുന്നവർ ഫേസ് ടു ഫേസ് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ രണ്ട് റോയിലും ഫേസ് ടു ഫേസ് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. Q ഈസ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് എനി റോ. രണ്ട് റോയിലും എൻഡിലല്ല Q വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ സെൻട്രലായിരിക്കും Q വരുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു സെൻട്രൽ ഞാൻ Q എന്ന് കൊടുത്തു. P ഈസ് സെക്കൻഡ് ദ ലെഫ്റ്റ് ഓഫ് R. ആറിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് P എന്ന് പറയുന്നത്. ആറിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് P എന്ന് പറയുന്നത്. ഇവിടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ആൾ എഴുതുന്നതിനാണ് സെക്കൻഡ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള, സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിന്ന് രണ്ടാമത്തെ ആളാണ് R എന്ന് പറയുന്നത്. ഇവിടെ ഒരു റോയിൽ 3 ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ. ടോട്ടൽ 6 പേഴ്സൺസ് ആണുള്ളത്. രണ്ട് റോയിലായിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ ഓരോ റോയിലും 3 പേഴ്സൺസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ. ഓരോ റോയിലും 3 പേരാണുള്ളത്. അപ്പൊ R ഉം P എന്ന് പറഞ്ഞാൽ എന്താക്കി? രണ്ട് എക്സ്ട്രീമുകളിലായിരിക്കും വരുന്നുണ്ടാവും. ഒരു റോ ആണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് എക്സ്ട്രീമുകളിലായിരിക്കും R ഉം P ഉം വരുന്നുണ്ടാവും. സെക്കൻഡ് ലെഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ R ഒരു എൻഡിലായിരിക്കും, P ഒരു എൻഡിലായിരിക്കും വരുന്നുണ്ടാവാം. നോക്കിയാൽ അത് ഇൻഡയറക്ട്ലി അവർ പറഞ്ഞതാണ്. ആ ക്വസ്റ്റ്യൻ, ആ സെന്റൻസ് വായിച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ മീനിങ് മനസ്സിലാക്കി എടുക്കണം. ഇനി അടുത്ത പറയുന്നത് Q ഈസ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് എനി റോ. P ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ടു ദ R. O ഈസ് ദ നൈബർ ഓഫ് Q. Qന്റെ നൈബർ ആണ് O എന്ന് പറയുന്നത്. അപ്പോൾ O ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും O വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ P യും R എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കൺഫേം ആയല്ലോ. P യും R എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റിലാണ് വരുന്നത്. O എന്ന് പറഞ്ഞാൽ Qന്റെ നൈബർ ആണ്. ആൻഡ് ഡയഗണൽ ഓപ്പോസിറ്റ് ഓഫ് Pന്റെ ഡയഗണൽ ഓപ്പോസിറ്റിലാണ് Q വരുന്നത്. Pന്റെ ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ P യും R ഉം ഇതിന്റെ ഓപ്പോസിറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ അല്ലെ? ഡയഗണൽ ഓപ്പോസിറ്റ് ടു P. N ഈസ് ദ നൈബർ ഓഫ് R. Rന്റെ നൈബർ ആണ് N. Rന്റെ നൈബർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള Nന് വരാൻ വേണ്ടി പറ്റുള്ളൂ. Rന്റെ നൈബർ ആണ് N എന്ന് പറയുന്നത്. N ഈസ് ദ നൈബർ ഓഫ് R. ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് N. എന്നിന്റെ ഫ്രണ്ടിൽ ആരാണുള്ളത്? എന്നിന്റെ ഫ്രണ്ടിൽ ആരാളുള്ളത്? Q അല്ല വരുന്നത്. ഇവിടെ 6 ലെറ്ററിൽ ബാക്കിയുള്ളത് M അല്ല. അപ്പൊ M ആയിരിക്കും എന്തായാലും ഒബ്വിയസ്ലി ഇവിടെ വരുന്നുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നിന്റെ ഫ്രണ്ടിൽ ആരാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിന്റെ ഫ്രണ്ടിൽ Q അല്ല ഉള്ളത്. എന്നിന്റെ ഫ്രണ്ടിൽ Q അല്ല ഉള്ളത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ B എന്ന് വരും.
നോക്കിയാൽ ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. റോ വൈസ് നോക്കി കോളം വൈസ് നോക്കി. ഇതിപ്പോ എന്താ 2 റോ ആണ് നോക്കിയാൽ 2 റോയിലാണെന്നുണ്ടെങ്കിൽ രണ്ട് റോയിലായിട്ട് അറേഞ്ച് ചെയ്യാം. ഓപ്പോസിറ്റ് വരുന്നത് ആരാണെന്നാണ് ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഇപ്പോൾ ഓന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, ആറാണ് വരാം. ഓന്റെ ഡയഗണൽ ഓപ്പോസിറ്റ് ആറാണ്, പി ആണ് വരാം. ഓക്കെ, ഓന്റെ ഡയഗണൽ ഓപ്പോസിറ്റ് പിയും ഓന്റെ ഓപ്പോസിറ്റ് ആറും. ഓക്കെ, ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ഓപ്പോസിറ്റിനാണ് ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ റെക്ടാങ്കിളിന്റെ ഡയഗണൽ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എൻഡിൽ വരുന്ന ആൾക്കാരാണ് ഡയഗണൽ ഓപ്പോസിറ്റ് എന്ന് പറയുക. ഓരോ വേർഡ്സ് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ഓരോ വേർഡിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കാം. ഇതാണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 5 boys A1, A2, A3, A4 and A5 are sitting in a chair in the following way. ഈ A1-ന് A2-ന് A3-ന് A4-ന് A5-നും ഒരു ചെയറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 5 ബോയ്സിന്റെ ചെയറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് A5 ഈസ് എബോ A1. A1-ന്റെ മുകളിലാണ് A5 ഉള്ളത്. A1-ന്റെ മുകളിലാണ് A5 ഉള്ളത്. A4 ഈസ് അണ്ടർ A2. A2-ന്റെ അണ്ടറിലാണ് A4 ഉള്ളത്. ആ സെന്റൻസ് അവിടെ പെൻഡിങ്ങിൽ നിൽക്കട്ടെ. 3ാമത്തെ സെന്റൻസ് പറയുന്നത് A2 ഈസ് അണ്ടർ A1. A1-ന്റെ അണ്ടറിലാണ് A2 ഉള്ളത്. A2-ന്റെ അണ്ടറിലാണ് A4 ഉള്ളതെന്ന് പറയുന്നത്. A4 ഇതിന്റെ താഴെ വന്നു. 1-ന്റെ അണ്ടറിലാണ് 2 എന്ന് പറയുന്നുണ്ട്, 2-ന്റെ അണ്ടറിലാണ് 4 എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ടുള്ള ഈ 3 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഞാൻ അത് വരച്ചു. A4 ഈസ് ബിറ്റ്വീൻ A2 ആൻഡ് A3. A2-ന്റെയും A3-ന്റെയും ഇടയിലാണ് A4 വരുന്നത്. ദാറ്റ് മീൻസ് A4-ന്റെ താഴെ A3 വന്നാൽ A3-ന്റെയും A2-ന്റെ ഇടയിലായുള്ള A4 കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഹൂ ഈസ് ദ ലോവസ്റ്റ് പൊസിഷൻ ഓഫ് ദ ചെയർ? ഈ ചെയറിൽ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ ഏതാ വരുന്നത്? A3 അല്ലേ. ദാറ്റ് മീൻസ് A3, ഓപ്ഷൻ ബി. ഓക്കെ അല്ലെ, ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ ഏതാ വരുന്നത്? A3 ആണ് വരുന്നത്. അപ്പൊ A3 ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അതിൽ ഇവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ഏതാ നോക്കണം ഉള്ള നോക്കുക, അത് നോക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നുണ്ടാവും. റോ വൈസ് കോളം വൈസ് 2 റോ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് പിന്നെ വരുന്നുണ്ടാവും ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഇതിൽ ചോദിക്കുന്നത്. ഡയറക്ഷൻ 13 മുതൽ 17 വരെ ഈ കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. 18 മുതൽ 20 വരെ കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൽ ഒന്നേ ചെയ്ത് കാണിച്ചിരുന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ ചോദിക്കട്ടെ. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ അല്ല, ഈ ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. A to H are seated in straight line facing north. A മുതൽ H വരെയുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ABCDEFGH വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, മീൻസ് അവർ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞത് സിറ്റ് ഫോർത്ത് ലെഫ്റ്റ് ഓഫ് ജി. ജിന്റെ ഫോർത്ത് ലെഫ്റ്റിലാണ് ജി എന്നാണ് പറയുന്നത്. ജിന്റെ ഫോർത്ത് ലെഫ്റ്റിലാണ് സി വരുന്നത്. അപ്പൊ ഞാൻ ജി വരച്ചു. ജിന്റെ ഫോർത്ത് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 3 ആൾക്കാരുണ്ട്. ഓക്കെ അല്ലെ, 3 ആൾക്കാരാണ് വരുന്നത്. അടുത്ത പറയുന്നത് ഡി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജി. ജിന്റെ സെക്കൻഡ് റൈറ്റിലാണ് ഡി വരുന്നത്. ഇത് ലെഫ്റ്റ് അല്ല, സി എന്ന് പറയുന്ന ലെഫ്റ്റിലാണ്, ഡി എന്ന് പറയുന്ന റൈറ്റിലാണ്. സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പിൽ ഒരാളുണ്ട്. ഡിയും കൊടുത്തു. ഓൺലി 2 people സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ഇ. ഡിന്റെയും എന്റെയും ഇടയിൽ 2 ആൾക്കാരേ ഉള്ളൂ. ബിയും എഫും ഒപ്പമാണ് വരാന്നാണ് പറയുന്നത്. ബിയും എഫും ഒപ്പമാണ് വരാം. അപ്പൊ ഞാൻ ബിയും എഫിനും ഒപ്പം കൊടുത്തു, ബിയും എഫും ഒപ്പം കൊടുത്തു. പിന്നെ ഡിന്റെയും എന്റെയും ഇടയിൽ 2 ആൾക്കാരാണ് ഉള്ളതെന്ന് പറഞ്ഞത്. ഡിന്റെയും എന്റെയും ഇടയിൽ 2 ആൾക്കാർ. ഇവിടെ ഓൾറെഡി ഡി ഉണ്ടല്ലോ, ഞാൻ എ ഇവിടെ കൊടുത്താൽ ഇതിന്റെ ഇടയിൽ 2 ആൾക്കാരായല്ലോ. ഡിന്റെയും എന്റെ ഇടയിൽ ഇപ്പൊ 2 ആൾക്കാരായല്ലോ. സിന്റെയും ജിന്റെ ഇടയിൽ 3 ആൾക്കാരും ആയല്ലോ. എന്റെ ഡിന്റെ ഇടയിൽ 2 ആളായല്ലോ. ഇവിടെ ആരാ ഉള്ളതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ജി ഉണ്ട്, ഇനി ഒരാളും കൂടി പെൻഡിങ് ഉണ്ടാണ് നിൽക്കട്ടെ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബി ആൻഡ് എഫ് ആർ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഈച്ച് അതർ. ബി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. എന്റെ ഇമ്മീഡിയറ്റ് നൈബർ അല്ല ബി എന്ന് പറയുന്നത്. ബിന്റെ ഇമ്മീഡിയറ്റ് നൈബർ അല്ല ബി എന്ന് പറയുന്നത്. എന്റെ തൊട്ടടുത്ത് ബി വരില്ല, എന്റെ തൊട്ടടുത്ത് ബി വരില്ല. അല്ലല്ലോ, എന്റെ തൊട്ടടുത്ത് അല്ലല്ലോ ബി വന്നിട്ടുള്ളത്. അല്ല. എച്ച് ഈസ് നോട്ട് നൈബർ ഓഫ് ഡി. ഡിന്റെ നൈബർ അല്ല എച്ച് എന്ന് പറയുന്നത്. ഡിന്റെ നൈബർ എന്ന് പറഞ്ഞാൽ ഇവിടെയും എച്ച് വരില്ല. ദാറ്റ് മീൻസ് എച്ച് ഇവിടെ ആയിരിക്കല്ലോ അപ്പൊ വന്നിട്ടുണ്ടാവാ. സിന്റെ അടുത്തായിരിക്കല്ലോ എച്ച് വരുന്നുണ്ടാവാം.
ഓക്കെ, ഇനി ഏത് ലെറ്റർ പെൻഡിങ് ഉള്ളത്? ABCDEFG വന്നിട്ടില്ലല്ലോ. ദാറ്റ് മീൻസ് ഇവിടെ ഏത് ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക? ഇ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പൊ എല്ലാം ഫില്ലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഹൂ amongst the following six sit exactly in the middle of the person who sit fifth from the left and person who sit sixth from the right? ലെഫ്റ്റ് നിന്ന് അഞ്ചാമതും, ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല ലെഫ്റ്റ്, ഇതല്ല റൈറ്റ് വരാം. അവരെ നോർത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് തന്നെ, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയിരിക്കും വരാം. ഇതിൽ ഫിഫ്ത്ത് പേഴ്സൺ 1 2 3 4 5 ഫിഫ്ത്ത് പേഴ്സൻ്റെ റൈറ്റിൽ നിന്ന് 6th പേഴ്സൻ്റെ സെൻട്രൽ ആരാണുള്ളത്? റൈറ്റിൽ നിന്ന് 6th പേഴ്സൺ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6th പേഴ്സൺ ഇതല്ല. ഇതിന്റെ സെൻട്രൽ ആരാ വരുന്നത്? എഫ് അല്ല വരുന്നത്. ഇതിന്റെ സെൻട്രൽ എഫ് അല്ല വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി എഫ് ആണ് കറക്റ്റ് വരുന്നത്. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ എമംഗ്സ് ദ ഫോളോയിങ് സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ടു സി? സീന്റെ തേർഡ് റൈറ്റിൽ ആരാള? റൈറ്റ് ഇവിടെ അല്ല വരുന്നത്, സി ഇതല്ല വരുന്നത്. തേർഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എ അല്ല വരാം. എ, ഓപ്ഷൻ സി. ജസ്റ്റ് അറേഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണോ ആവശ്യം അതായിരുന്നു നേരെ എടുത്തിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് പേഴ്സൺ സീറ്റ് അറ്റ് ദ ടു എക്സ്ട്രീം എൻഡ് ഓഫ് ലൈൻ? രണ്ട് എക്സ്ട്രീം എൻഡിൽ ആരൊക്കെയാണുള്ളത്? ഈ രണ്ട് എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് ഡിയും എച്ചും അല്ല, ഇത് ഈ ഡി എച്ച് അല്ല രണ്ട് എക്സ്ട്രീം എൻഡിലുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി, ഡി ആൻഡ് എച്ച്. ടു എക്സ്ട്രീം എൻഡിലുള്ളത് ഡിയും എച്ച് ആണ്, ഓപ്ഷൻ ഡി വരും. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടു എഫ്? എഫിനെ സംബന്ധിച്ചിടത്തോളം എച്ച് എവിടാണ് വരുന്നത്? എച്ചിന്റെ ഡയറക്ഷൻ എവിടാണുള്ളത്? ഫ്രം ദ എച്ച് എന്നാണ് വെച്ചത്. എഫിന്ന് എച്ചിന്റെ ഡയറക്ഷൻ ഏതാണ് വരുന്നത് എന്നുള്ളത്. എഫിന്ന് എച്ചിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ടു ദ ലെഫ്റ്റ് അല്ലേ? എഫിന്റെ തേർഡ് ടു ലെഫ്റ്റ് അല്ലേ എച്ച് എന്ന് പറയുന്നത്? അല്ല, എഫിന്റെ തേർഡ് ടു ലെഫ്റ്റ് അല്ലേ? 1 2 3 തേർഡ് ടു ലെഫ്റ്റ് അല്ലേ? അപ്പൊ തേർഡ് ടു ദ ലെഫ്റ്റ്, ഓപ്ഷൻ എ വന്നു. തേർഡ് ടു ദ ലെഫ്റ്റ്, എഫിന്റെ തേർഡ് ടു ദ ലെഫ്റ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി പേഴ്സൺസ് ആർ സീറ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ഇ? എൻ്റെയും ഇൻ്റെയും ഇടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചിട്ടുള്ളത്? എ എന്ന് പറയുന്നത് ഇതാണ്, ഇ എന്ന് പറയുന്നത് എൻ്റെയും ഇൻ്റെയും എന്നല്ല, എൻ്റെയും ഇൻ്റെ ഇടയിൽ എത്ര പേരാണുള്ളത്? എൻ്റെയും ഇൻ്റെയും ഇടയിൽ എത്ര ആളുള്ള? ഒരാളല്ലേ ഉള്ളൂ. എൻ്റെയും ഇൻ്റെ ഇടയിൽ ഒരാളല്ലേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ 1 എന്ന് വരും. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ 1 എന്ന് വരും. മനസ്സിലായല്ലേ? സ്റ്റേറ്റ്മെന്റ് വായിക്കുക. സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതിന്റെ എങ്ങനെയാണോ ഉള്ളത് അതിന്റെ അതേപോലെ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് ഈ എല്ലും മാറി ഞാൻ ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതിയാട്ടോ, അത് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ആവശ്യമുള്ളത് അത് കൊടുക്കുക. എക്സാമിന് ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരില്ല. എന്തായാലും എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്കിനായിരിക്കും ഉണ്ടാവുക. അതും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കൂല. ഗ്രൂപ്പ് വൈസ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കില്ല. എന്നാലും ഇങ്ങനെ ചെയ്തിട്ട് പഠിക്കട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 28 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 28 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്ററിൽ 28 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. വേറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ലോജിക്കൽ റീസണിങ്ങിൽ മാത്സിലും സ്റ്റാറ്റിലും ചെയ്ത് നോക്കണേ. ലോജിക്കൽ റീസണിങ്ങിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്യാം വിത്ത് മോക്ക് ടെസ്റ്റ് പേപ്പർ. ഓക്കെ അല്ലേ? ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരണ്ടേ. അപ്പൊ താങ്ക് യു.